നമസ്കാരം. മധ്യസ്ഥ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ജോംസ് ഫിലിപ്പ്. പ്രധാന വാർത്തകൾ. വായനാശീലം വളർത്തുവാനും ഓരോ വീട്ടിലും ഒരു പുസ്തകശാലയും ലക്ഷ്യം വെച്ച് മധ്യസ്ഥൻ റീഡേഴ്സ് ക്ലബ്. ചങ്ങനാശ്ശേരി ഫൊറോന യുവദീപ്തിയുടെ യുവജന കൺവെൻഷൻ എഫാത്ത 2014 പാറയിൽ സെന്റ് മേരീസ് ദേവാലയത്തിൽ. സീറോ മലബാർ സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മാതൃ ഇടവകയിൽ. അസംഷൻ കോളേജിൽ മലയാളം ജേർണലിസം വിഭാഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന ദേശീയ സെമിനാർ സമാപിച്ചു. വാർത്തകൾ വിശദമായി. വായനാശീലം വളർത്തുവാനും ഓരോ വീട്ടിലും ഒരു പുസ്തകശാലയും ലക്ഷ്യം വെച്ച് മധ്യസ്ഥൻ റീഡേഴ്സ് ക്ലബ്. ചങ്ങനാശ്ശേരി അതിരൂപത സെന്റ് ജോസഫ് ഓർഫനേജ് പ്രസ് ആൻഡ് ബുക്ക് സ്റ്റാൾ പുതിയതായി ആരംഭിക്കുന്ന മധ്യസ്ഥൻ റീഡേഴ്സ് ക്ലബിന്റെ ലോഗോ പ്രകാശനം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം നിർവഹിച്ചു. വികാരി ജനറൽ മോൺസിനർ ജെയിംസ് പാലക്കൽ, സെന്റ് ജോസഫ് ഓർഫനേജ് പ്രസ് ആൻഡ് ബുക്ക് സ്റ്റാൾ മാനേജർ ഫാദർ മാത്യു പടിഞ്ഞാറക്കുറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ആ പുസ്തക വായനയിലൂടെ കാര്യങ്ങൾ ഗ്രഹിച്ച് അവരതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൊറിയയിലെത്തി അവിടെ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും അങ്ങനെ കൊറിയൻ സഭയ്ക്ക് രൂപം കൊടുക്കുകയും കൊറിയൻ സഭ രൂപം കൊടുക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഒരു നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് മാത്രം നന്മ ഉളവാക്കുന്നതാണ് എന്നാണ് പുസ്തക വായനയുടെ പ്രാധാന്യം. അത് പക്ഷെ നല്ല പുസ്തകങ്ങളായിരിക്കും, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ പ്രചോദനം നൽകുന്നതായിരിക്കും. ഒത്തിരിയധികം പ്രസിദ്ധീകരണങ്ങളുണ്ട്, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ. ചങ്ങനാശ്ശേരി ഫൊറോന യുവദീപ്തിയുടെ യുവജന കൺവെൻഷൻ എഫാത്ത 2014 പാറയിൽ സെന്റ് മേരീസ് ദേവാലയത്തിൽ. സെപ്റ്റംബർ 9 പാറയിൽ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന എഫാത്ത 2014 യുവജന കൺവെൻഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗത്തിൽ ഉദ്ഘാടനം ചെയ്തു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. യുവദീപ്തി KCYM അതിരൂപത ഡയറക്ടർ ഫാദർ എബ്രഹാം ധർമ്മശ്ശേരി, ഫാദർ ജേക്കബ് വാരിക്കാട്ട്, സിസ്റ്റർ റോസ്മി SH തുടങ്ങിയവർ സന്ദേശം നൽകി. യുവജനങ്ങൾക്കായി ഫാദർ ജോസഫ് പുത്തമ്പരിക്കൽ ക്ലാസുകൾ നയിച്ചു. വളരെ ഉത്സാഹത്തോടെ ആവേശത്തോടെ യുവജനങ്ങൾ പങ്കെടുക്കുന്നത് കാണുവാനും സാധിച്ചു. യൂത്ത് ലൈവ് എന്നുള്ള ആ വാക്കുകളെ അർത്ഥമാക്കുന്ന രീതിയിൽ സജീവമായ ഒരു യുവ നിര ഒന്നുകൂടുന്നത് കാണുന്നത് വളരെ സന്തോഷവും അഭിമാനവും പകരുന്ന കാര്യമാണ്. ഇത് ഇപ്രകാരം സഫലമാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവരെയും ഡയറക്ടേഴ്സ് മുതൽ എല്ലാ നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാടെങ്ങും ആവേശം കളിയാടിയിരുന്ന നാടായിരുന്നു. എല്ലാവരും ഓണത്തെക്കുറിച്ച് പറയുകയും അതിൻ്റെ ആഹ്ലാദത്തിമർപ്പിലായിരിക്കുകയുമായിരുന്നു. എന്ത് ഭക്ഷിക്കണം, എങ്ങനെ പാകം ചെയ്യണം, ആ വലിയ തിരക്ക്, ആ വലിയ വ്യഗ്രത നമുക്ക് കാണാമായിരുന്നു. അതും ഒരു വിധത്തിലെ സജീവത്വമാണ്, ജീവനുള്ള ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ദിവസങ്ങൾ പ്രധാനമായും കച്ചവട ദിവസങ്ങളായിരുന്നു. തുണിത്തരങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ നമുക്കറിയാം വലിയ ഷോറൂമുകൾ, ഈ സ്വർണത്തിൻ്റെയും സാരികളുടെയും എല്ലാം കടകൾ ഉദ്ഘാടനം ചെയ്യുക, വിപണനം നടത്തുക, ഇതിനെല്ലാം രീതിയിൽ വളരെ സജീവമായിട്ട് കേരളം മുൻപോട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ സീറോ മലബാർ സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മാതൃ ഇടവകയിൽ. തുരുത്തി സെന്റ് മേരീസ് ദേവാലയത്തിൽ നടത്തിയ വിശുദ്ധ അഗസ്തീനോസിന്റെ ദർശന തിരുനാളിനോടനുബന്ധിച്ചാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ദേവാലയ സന്ദർശനം നടത്തിയത്. തിരുനാൾ ദിവസം അഭിനയ പിതാവ് ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകി. വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിത മാതൃക സ്വന്തം ജീവിതത്തിൽ പകർത്തണം. ജോഷുവ മാർ ഇഗ്നാത്യോസ്. തുരുത്തി സെന്റ് മേരീസ് ദേവാലയത്തിൽ നടത്തിയ വിശുദ്ധ അഗസ്തീനോസിന്റെ ദർശന തിരുനാൾ ദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
തുടർന്ന് നടന്ന പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണത്തിന് അഭിയന്യ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരിശുദ്ധ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട് 78-ൽ പ്രവർത്തനം ആരംഭിച്ചപ്പോഴും അദ്ദേഹം അനാഥനല്ല, സനാതനാണ്. എല്ലാ ജനങ്ങളുടെയും സമയത്തിനെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുകയും ചെയ്ത അദ്ദേഹം നമുക്കന്യനില്ല. അസംഷൻ കോളേജിൽ മലയാളം ജേർണലിസം വിഭാഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തിവന്ന ദേശീയ സെമിനാർ സമാപിച്ചു. മാധ്യമങ്ങൾ സാമൂഹ്യ മാറ്റത്തിന്റെ ചാലക ശക്തികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സെമിനാറിൽ പങ്കെടുത്ത് സന്ദേശം നൽകി. ഏതെങ്കിലും വിവാദ വിഷയം എടുത്തിടണം, അതിന്റെ പേരിൽ ചർച്ചകൾ ഉണ്ടാകണം, വിവാദങ്ങൾ ഉണ്ടാകണം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒരു സമൂഹത്തിൽ വളരെ താല്പര്യം ജനിപ്പിക്കുക, ഇന്നത്തെ സമയം കുറെ അധികം ചെലവഴിക്കുക. അതിന്റെ പേരിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ആളുകളിൽ അതിന്റെ മുന്നിൽ പിടിച്ചിരുത്തി ചിലപ്പോൾ ആവശ്യമായ ചർച്ചകൾ മേഖലയിലേക്ക് പോവുക, അങ്ങനെയൊക്കെ സമയം നഷ്ടപ്പെടുത്തുന്ന. ഇതോടുകൂടി ഇന്നത്തെ മധ്യസ്ഥ ന്യൂസ് ടൈം അവസാനിച്ചു. നന്ദി, നമസ്കാരം.